ഹലോ സ്റ്റുഡൻസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈസ് മെത്തേഡിലെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡഡ് ബൈസ് മെത്തേഡ് ഓർക്കുക. വോൾട്ടേജ് ഡിവൈഡഡ് ബൈസ് മെത്തേഡിൽ നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലേ? ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ട്, അതിൽ VCC ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമ്മൾ I1 എന്ന് വിളിച്ചു. ഫസ്റ്റ് റെസിസ്റ്റൻസ് R1, സെക്കൻഡ് റെസിസ്റ്റർ R2, ഇത് ഗ്രൗണ്ടിലേക്ക് പോകും. സോ ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് അക്രോസ് R2, ഈ വോൾട്ടേജ് അക്രോസ് R2 ആണ് ബയസിങ് പ്രൊവൈഡ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബേസ് റെസിസ്റ്റർ മെത്തേഡിൽ ബേസ് റെസിസ്റ്ററാണ് ബയസിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫീഡ്ബാക്ക് റെസിസ്റ്റർ മെത്തേഡിൽ ഫീഡ്ബാക്ക് റെസിസ്റ്ററാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ബയസിങ്. എന്നാൽ വോൾട്ടേജ് ഡിവൈഡർ ബയസ് മെത്തേഡിൽ V2, അതായത് വോൾട്ടേജ് അക്രോസ് R2 ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫോർവേഡ് ബയസിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വോൾട്ടേജ് അക്രോസ് R2 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം V2 ഈക്വൽ ടു I1 R2, അല്ലേ? അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത് IB നെഗ്ലിജിബിളി സ്മോൾ ആണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം I1 തന്നെയാണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. സോ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 ഇൻറ്റു R2 ആണ് V2. സോ അതുപയോഗിച്ച് നമ്മൾ V2ൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. സോ നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് ലൂപ്പ് അനലൈസ് ചെയ്താൽ നമുക്ക് V2 ഈക്വൽ ടു VBE പ്ലസ് IERE. സോ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് V2ൻ്റെ എക്സ്പ്രഷൻ കിട്ടും. സോ അത് ഉപയോഗിച്ച് നമ്മൾ ICയുടെ എക്സ്പ്രഷൻ IC ഈസ് ഈക്വൽ ടു V2 മൈനസ് VBE ബൈ RE. സോ ഇതിൽ V2 എന്ന് പറയുന്നത് എന്താ? വോൾട്ടേജ് അക്രോസ് R2. സോ അത് I1 R2 ഉപയോഗിച്ച് കാണാം. സോ I1 എന്ന് പറയുന്നത് VCC ബൈ R1 പ്ലസ് R2 ഇൻറ്റു R2. സോ ഇതാണ് V2. സോ ഈ രീതിയിൽ V2 കാണാം, IC കാണാം. V2 IC കണ്ടാൽ നമുക്ക് VCE കിട്ടും. സോ ഇത്രയാണ് നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ ബൈസ് മെത്തേഡിൻ്റെ ഒരു ബേസിക്സ്, അല്ലെങ്കിൽ അതിൻ്റെ സർക്യൂട്ട് അനാലിസിസ്. ഇനി നമുക്ക് അതിൻ്റെ പ്രോബ്ലംസിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് figure shows the voltage divider bias method. Draw the DC load line and determine the operating point. Assume the transistor to be of silicon. അപ്പം നമുക്ക് സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ സർക്യൂട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ട് ഉപയോഗിച്ച് നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിന്റ് കാണണം. സോ സിലിക്കൺ ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് VBയുടെ വാല്യൂ 0.7 വോൾട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്ക് വോൾട്ടേജ് അക്രോസ് 5 കിലോ ഓം കണ്ട, നമുക്ക് V2 കാണണം. വോൾട്ടേജ് അക്രോസ് 5 കിലോ ഓം എന്ന് പറയുന്നത് നമ്മുടെ V2 ആണ്. സോ V2 കാണാനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് VCC തന്നിട്ടുണ്ട് ബൈ R1 പ്ലസ് R2 ഇൻറ്റു R2. സോ V2 കിട്ടും. ഇനി എമിറ്റർ കറണ്ട്, സോ നമുക്ക് V2 കിട്ടി. ഇനി നമുക്ക് ഈ ഇക്വേഷൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ലൂപ്പ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? IC, അല്ലെങ്കിൽ എമിറ്റർ കറണ്ട് IE കിട്ടും. I ഈസ് ഈക്വൽ ടു V2 മൈനസ് VBE ബൈ RE. അപ്പോൾ അതിന് IE കിട്ടി. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് IC ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IE. സോ ICയുടെ വാല്യൂ എന്ത് തന്നെയാണ്? 2.15 മില്ലി ആംപിയർ തന്നെയാണെന്ന് അസ്യൂം ചെയ്തു. ഇനി ഔട്ടർ ലൂപ്പ് കൺസിഡർ ചെയ്യുക. ഔട്ടർ ലൂപ്പിൽ നമുക്ക് കിട്ടും VCC ഈസ് ഈക്വൽ ടു VCE മൈനസ് VCC ഈക്വൽ ടു VCC പ്ലസ് IC ഇൻറ്റു RC പ്ലസ് RE. അപ്പോൾ VCE എന്ന് നമുക്ക് എന്ത് കിട്ടും? VCC മൈനസ് IC ഇൻറ്റു RC പ്ലസ് RE. അപ്പോൾ ഈ സർക്യൂട്ടിൽ RE കൂടെ ഉണ്ട്, ഇതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അക്രോസ് ഡ്രോപ്പ് ഉണ്ട്, ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് VCE, അല്ലേ? കിർഷോസ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ VCC ഈസ് ഈക്വൽ ടു ICRC പ്ലസ് VCE പ്ലസ് IERE. ഇവിടെ നമ്മൾ IE അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IC ആണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത് കോമൺ ടേം ആയിട്ട് വന്നത്. ശരിക്കുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് VCC ഈസ് ഈക്വൽ ടു VCE പ്ലസ് ICRC പ്ലസ് IERE. ഇതാണ് നമ്മുടെ ശരിക്കുള്ള എക്സ്പ്രഷൻ. അതിൽ നമ്മൾ IE അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IC എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ ടേംസ് നെഗ്ലക്റ്റ് ചെയ്യില്ല, കോമൺ ആയിട്ട് എടുക്കാം. ഇത് ICRC, ഇത് ICRE ആവും. സോ IC ഇൻറ്റു RC പ്ലസ് RE. സോ അതിൽ നിന്ന് VCE കിട്ടും. സോ VCE കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിന്റ് കിട്ടും. സോ ഓപ്പറേറ്റിംഗ് പോയിന്റ് കിട്ടി. ഇനി നമ്മൾ ലോഡ് ലൈൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോഡ് ലൈൻ കാണാനായിട്ട് നമുക്ക് എന്താ എടുക്കേണ്ടത്? നമ്മുടെ ഔട്ട്പുട്ട് ലൂപ്പ് എടുക്കുക. ഔട്ട്പുട്ട് ലൂപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്ക് വരയ്ക്കണം. ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് നമുക്ക് DC ലോഡ് ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യണം. സോ VCC ഈസ് ഈക്വൽ ടു VCE പ്ലസ് IC ഇൻറ്റു RC പ്ലസ് RE. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ IC 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ പോയിന്റ് കിട്ടും. ഈ പോയിൻ്റാണ് VCC. അപ്പോൾ വെൻ IC ഈസ് ഈക്വൽ ടു 0, VCE ഈസ് ഈക്വൽ ടു VCC. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ 15 വോൾട്ട് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി ഈ പോയിന്റ് എങ്ങനെ കിട്ടുക? ഈ പോയിന്റ് കിട്ടാനായിട്ട് VCയുടെ വാല്യൂ 0 കൊടുക്കുക.
വി സിയുടെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വി സിയുടെ വാല്യൂ 0? കാരണം ഇത് ഈ വൈ ആക്സിസിലാണ് ഇരിക്കുന്നത്. വൈ ആക്സിസിൽ വി സിയുടെ വാല്യൂ എന്തായിരിക്കും? 0 അല്ലേ? ഈ പോയിന്റിൽ വി സിയുടെ വാല്യൂ 0. സോ വി സിയുടെ വാല്യൂ 0 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഐ സി ഇസ് ഈക്വൽ ടു വി സി സി ബൈ ആർ സി പ്ലസ് ആർ ഇ. അപ്പോൾ ഇവിടെ വി സി സി തന്നിട്ടുണ്ട്, ആർ സി ആർ ഇ നമുക്കറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 മില്ലി ആംപിയർ കിട്ടും, അതായത് ഈ കട്ട് ഓഫ് പോയിന്റ് കിട്ടും. സോ 5 മില്ലി ആംപിയറും 15 വോൾട്ടും കിട്ടി. ഇനി നമുക്ക് കിട്ടിയ ഓപ്പറേറ്റിംഗ് പോയിന്റ്സ് ഇതിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്യൂ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇനി ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് തെവനിൻസ് തിയറം വെച്ച് പറയാം. അത് ഞാൻ നിങ്ങൾക്ക് നെറ്റ്വർക്ക് തിയറത്തിൽ തെവനിൻസ് തിയറം എടുക്കുമ്പോഴേ പറയുന്നുള്ളൂ, ഇപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല. സോ അത് തെവനിൻസ് തിയറം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ട്രാൻസിസ്റ്റർ യൂസസ് പൊട്ടൻഷ്യൽ ഡിവൈഡർ മെത്തേഡ്. സോ വോൾട്ടേജ് ഡിവൈഡർ ബൈസ് മെത്തേഡിൻ്റെ വേറെ പേരാണ് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബൈസ് മെത്തേഡ്. സോ അതിൽ R1 തന്നിട്ടുണ്ട് 50 കിലോ ഓം, R2 തന്നിട്ടുണ്ട് 10 കിലോ ഓം, RE തന്നിട്ടുണ്ട് 1 കിലോ ഓം. ഇഫ് വി സി സി ഇസ് ഈക്വൽ ടു 12 വോൾട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഐ സി ഗിവൺ വി ബി ഇസ് ഈക്വൽ ടു 0.1. ഇനി നെക്സ്റ്റ് കേസിൽ വി ബിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്, 0.3 വോൾട്ട് ആവുന്നുണ്ട്. അപ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടായത് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ നേരത്തെ പോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. V2 കണ്ടുപിടിക്കുക. V2 ഇസ് ഈക്വൽ ടു വി സി സി ബൈ R1 പ്ലസ് R2 ഇൻറ്റു R2. അപ്പോൾ നമുക്ക് V2 കിട്ടി. സോ V2 പറഞ്ഞാൽ V2 മൈനസ് വി ബി ബൈ RE ചെയ്താൽ നമുക്ക് ഐ സി കിട്ടും. സോ ഐ സി കിട്ടി. അതുപോലെ നമ്മൾ അടുത്ത കേസിൽ ഇവിടെ വി ബിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ വി ബിയുടെ വാല്യൂ നമ്മൾ 0.1 ആണ് കൊടുത്തത്, അത് 0.3 ആക്കുക. V2ന് ചേഞ്ച് വരുമോ? V2ന് വ്യത്യാസമൊന്നും വരില്ല. സോ രണ്ടാമത്തെ കേസിൽ എന്ത് വരും? 2 മൈനസ് 0.3 ഡിവൈഡഡ് ബൈ 1. സോ രണ്ടാമത്തെ കേസിൽ ആൻസർ എന്താ വരിക? 2 മൈനസ് 0.3 എന്ന് പറയുന്നത് 1.7 മില്ലി ആംപിയർ. സോ ഇതാണ് നമുക്ക് നെക്സ്റ്റ് രണ്ടാമത്തെ സെക്ഷനിൽ കിട്ടുക. സോ രണ്ട് കേസിലും നമുക്ക് ഏകദേശം സെയിം റിസൾട്ട് തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും വലിയ വേരിയേഷൻസ് ഒന്നും നമുക്ക് ഉണ്ടായില്ല. സോ അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? വി ബി ചേഞ്ച് ചെയ്താൽ വി ബിയുടെ വാല്യൂ 0.1 0.3 എന്ന് പറഞ്ഞാൽ അതിൽ ചേഞ്ച് എത്രയാണ്? 300% ആണ് ചേഞ്ച് അല്ലേ? 0.3 മൈനസ് 0.1 അല്ലെങ്കിൽ ആ വേരിയേഷൻ എന്ന് പറയുന്നത് 0.3 ബൈ 0.1 ഇൻറ്റു 100 അല്ലേ? വേരിയേഷൻ വി ബി 300% ഇങ്ങനെ കിട്ടിയത് 0.3 ഡിവൈഡഡ് ബൈ 0.1 ഇൻറ്റു 100. സോ അതാണ് 300% എന്ന് പറയുന്നത്. ന്യൂ വാല്യൂ 0.3 എന്നാണ് 0.1 ആയത്. സോ 300% വേരി ചെയ്തപ്പോൾ ഐ സിയുടെ വാല്യൂ 10% മാത്രമാണ് ചേഞ്ച് ചെയ്തത്. കാരണം 1.9 1.7 ആയി, അത്ര വ്യത്യാസമേ വന്നുള്ളൂ. സോ അത് നമുക്ക് മനസ്സിലാക്കാം. ഐ സി ഈസ് ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ട്രാൻസിസ്റ്റർ പാരാമീറ്റർ വേരിയേഷൻസ്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്. നമുക്ക് എന്ത് ചേഞ്ച് വന്നു അതാണ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വി ബിയുടെ വാല്യൂ ചേഞ്ച് ചെയ്താലും ബീറ്റയുടെ വാല്യൂ ചേഞ്ച് ചെയ്താലും ഐ സി വി സി വാല്യൂസിന്, അതായത് ഓപ്പറേറ്റിംഗ് പോയിന്റ് വാല്യൂസിന് ചേഞ്ച് അധികം വരാത്തത് കൊണ്ടാണ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബൈസ് മെത്തേഡ് നമ്മൾ യൂണിവേഴ്സൽ മെത്തേഡായിട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അതിൽ സ്റ്റെബിലിറ്റി ഫാക്ടർ 1 ആണ്. അത്രയും നല്ല സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡ് ആയതുകൊണ്ടാണ് നമ്മൾ യൂണിവേഴ്സൽ മെത്തേഡായിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഐ സി ഈസ് ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ട്രാൻസിസ്റ്റർ പാരാമീറ്റർ. സോ ഗുഡ് സ്റ്റെബിലൈസേഷൻ ക്യാൻ ബി എൻഷുർഡ് ഇൻ ദിസ് മെത്തേഡ്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം. കാൽക്കുലേറ്റ് ദ എമിറ്റർ കറൻറ്റ് in the voltage divider shown in figure. Also find the value of VC and collector potential VC. സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോയിൻ്റാണ് കളക്ടർ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ. സോ ആദ്യത്തെ കേസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് വി സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. സോ നമുക്ക് തന്നിരിക്കുന്നത് ഉപയോഗിച്ചിട്ട് V2 കാണുന്നു. V2 ഇസ് ഈക്വൽ ടു വി സി സി ബൈ R1 പ്ലസ് R2. സോ അത് 10 വോൾട്ട് എന്ന് കിട്ടി. ഇനി V2 ഇസ് ഈക്വൽ ടു വി ബി പ്ലസ് IR എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് വി ബി തന്നിട്ടില്ല. സോ അതുകൊണ്ട് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. വി ബിയുടെ വാല്യൂ നമുക്ക് തരാത്തത് കൊണ്ട് അത് ജനറലി സ്മോൾ ആയിട്ട് അസ്യൂം ചെയ്ത് നമുക്ക് അതിനെ നെഗ്ലക്റ്റ് ചെയ്യാം. സോ ഐ സി ഇസ് അപ്രോക്സിമേറ്റ്ലി IE. സോ അത് 2 മില്ലി ആംപിയർ അത് കിട്ടി. സോ ഐ സി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വി സിയുടെ വാല്യൂ കിട്ടും. സോ അത് 8 വോൾട്ടായിട്ട് കിട്ടി. ഇനി കളക്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? കളക്ടറും ഗ്രൗണ്ടും തമ്മിലുള്ള വാല്യൂവിനെയാണ് കളക്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ ഈ വാല്യൂ ആണ് വി സി. സോ വി സി നമുക്ക് രണ്ട് രീതിയിൽ കാണാം. കളക്ടർ പൊട്ടൻഷ്യൽ കാണാനായിട്ട് വി സി പ്ലസ് IERE ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? വി സി എന്ന് പറയുന്നത് വി സി സി മൈനസ് ICRC. അതായത് വി സി സി ഇസ് ഈക്വൽ ടു ICRC പ്ലസ് വി സി ആണ് ആക്ച്വലി. ഈ വി സി എന്ന് പറയുന്നത് എന്താ? കളക്ടർ പൊട്ടൻഷ്യൽ, കളക്ടറും ഗ്രൗണ്ടും തമ്മിലുള്ള പൊട്ടൻഷ്യൽ. നമ്മൾ അതിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതും. വി സി സി ഇസ് ഈക്വൽ ടു ICRC പ്ലസ് വി സി
പ്ലസ് IERE. സോ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. വി സി കാണാനായിട്ട് ഒന്നുകിൽ VCC മൈനസ് RC ചെയ്യാം. VC ഈസ് ഈക്വൽ ടു VCC മൈനസ് ICRC ചെയ്യാം. അല്ലെങ്കിൽ വി സി കാണാനായിട്ട് VCE പ്ലസ് IERE. സോ ഈ രണ്ട് രീതിയിൽ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കളക്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ ഈ VC വാല്യൂവിനെയാണ് നമ്മൾ കളക്ടർ പൊട്ടൻഷ്യൽ. സോ കളക്ടർ പൊട്ടൻഷ്യൽ ഈസ് ദ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ കളക്ടർ ആൻഡ് ഗ്രൗണ്ട്. സോ കളക്ടർ പൊട്ടൻഷ്യൽ നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാം. സോ വോൾട്ടേജ് ഡിവൈഡർ ബൈസ് മെത്തേഡിൻ്റെ പ്രോബ്ലംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായിട്ട് ചെയ്തു പഠിക്കണം. സോ ഇത്രയാണ് നമ്മൾ ട്രാൻസിസ്റ്റർ ബയസിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലംസ്.